ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി പേജ് നമ്പർ 41 മൂന്ന് എക്സാമ്പിൾ ഉണ്ട്. അതിലത്തെ 2 എണ്ണം ഒന്ന് പറയാം. ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് 15 എത്രയിലാണ് അവസാനിക്കുന്നത്? 5. ആ 15ൻ്റെ 5ൽ അവസാനിക്കുന്ന സംഖ്യകളിലെല്ലാം സ്ക്വയർ കണ്ടെത്തി. ഈ സ്ക്വയർ കണ്ടെത്തിയപ്പോൾ ഉത്തരം എത്ര കിട്ടിയത്? 225. അതുപോലെ മറ്റൊരു 5ൽ അവസാനിക്കുന്ന സംഖ്യ എടുത്തിട്ടുണ്ട് 25. ഈ 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ എടുത്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 625 കിട്ടി. ഈ 2 സംഖ്യകളും പ്രത്യേകത എന്താണ്? അവസാനത്തെ 2 അക്കങ്ങൾ എത്രയായിരിക്കും? 25 ആയിരിക്കും. ഇതൊന്ന് മനസ്സിലാവുന്നത് 5ൽ അവസാനിക്കുന്ന വർഗങ്ങളുടെ എല്ലാം വർഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഉത്തരങ്ങൾ എത്രയിലാണ് അവസാനിക്കുന്നത്? അവസാന 2 അക്കങ്ങൾ 25 ആയിരിക്കും. ഇനി നമുക്ക് പേജ് നമ്പർ 45 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കുറെ ഒറ്റ സംഖ്യകളുടെ വർഗം കണക്കാക്കി ചുവടെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. ശരിയാകാനുള്ള കാരണം വിശദീകരിക്കുക. Calculate the square of some odd numbers and verify the following statements. Explain why they are true. ഒന്നാമത്തെ കണ്ടീഷൻ, ഒറ്റ സംഖ്യകളുടെ എല്ലാം വർഗങ്ങൾ ഒറ്റ സംഖ്യകളാണ്. The square of all odd numbers is odd number. നമ്മൾ ആദ്യം കുറച്ച് സംഖ്യകൾ എടുത്തിട്ട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം 3ന്റെ സ്ക്വയർ എടുത്തു. എത്രയാണ്? 9. അതൊരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യ. അതുപോലെ മറ്റൊരു നമ്പർ എടുക്കുകയാണ് 5. 5 സ്ക്വയർ എത്രയാണ്? 25. 25 ഒരു ഓഡ് നമ്പർ ആണ്, ഒറ്റ സംഖ്യയാണ്. ഒരെണ്ണം കൂടി എടുത്തു നോക്കാം. ഇനി 7 സ്ക്വയർ 49. അതും ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതൊരു ഓഡ് നമ്പേഴ്സിൻ്റെയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ഓഡ് നമ്പർ ആണ് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം നമ്മൾ ഓഡ് നമ്പേഴ്സിനെ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. എങ്ങനെയാണ്? 2n+1 ആയിട്ടാണ് ഓഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ. ഇവൺ നമ്പർ ആണെങ്കിലോ 2n ആയിരിക്കും. ഓഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ 2n+1. ഇതിൻ്റെ സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2n+1 സ്ക്വയർ. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് a+b ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണെങ്കിൽ x+y ഹോൾ സ്ക്വയർ. ഇക്വേഷൻ എഴുതാം x+y ഹോൾ സ്ക്വയർ ഈക്വൽ ടു x² + 2xy + y². ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് x, ഇത് y. 2n സ്ക്വയർ പ്ലസ് 2 × xy, 2 × 2n × 1 പ്ലസ് 1 സ്ക്വയർ. 2n സ്ക്വയർ 2n സ്ക്വയർ തന്നെയാണ്. പ്ലസ് 2 × 2 4, 4n × 1 4n, 1 സ്ക്വയർ 1 ആണ്. 2n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 ആണ്. ഇത് നോക്കി നോക്ക്, ഒരു സംഖ്യയുടെ വർഗം എടുത്തു. നമുക്ക് അവസാന നമ്പർ എത്രയാണ് കിട്ടിയത്? 1 കിട്ടി. അപ്പം നമുക്കിത് മനസ്സിലാവും, ഒരു സംഖ്യയുടെ വർഗം എടുത്തു, ഒറ്റ സംഖ്യയുടെ വർഗം എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് കിട്ടുന്ന ഉത്തരങ്ങളും എന്തായിരിക്കും? ഒറ്റ സംഖ്യകളായിരിക്കും. അവസാന നമ്പർ 1 ആണ്. അപ്പോൾ എന്തായിരിക്കും ആ ഉത്തരം? സ്ക്വയർ എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആയിരിക്കും. അത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദ സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓൾസോ ആൻ ഓഡ് നമ്പർ. നമുക്കിനി മലയാളം മീഡിയത്തിൻ്റെ ഒന്ന് എഴുതാം. ഏതൊരു ഒറ്റ സംഖ്യയുടെയും വർഗം ഒറ്റ സംഖ്യയായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ഏതൊരു ഒറ്റ സംഖ്യയുടെയും വർഗത്തിനെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ് കിട്ടുക? 1 ആണ് കിട്ടുക എന്ന് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമുക്ക് ഒറ്റ സംഖ്യനെ എങ്ങനെ എഴുതാൻ പറ്റും? 2n+1 സ്ക്വയർ. നേരത്തെ പറഞ്ഞിരുന്നു. അടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 4n²
പ്ലസ് 4n+1. ഇങ്ങനെയാണ് ഒറ്റസംഖ്യയുടെ വർഗം കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഒറ്റസംഖ്യനെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ശിഷ്ടം വരുള്ളൂ? 1 വരുള്ളൂ. അപ്പോൾ നമുക്കെന്ത് എഴുതി വയ്ക്കാം? അതിനാൽ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആയിരിക്കും. When divided by 4, the remainder is 1. ശിഷ്ടം എന്ന് നമ്മൾ ഉപയോഗിച്ചത് പഴയ വാക്കാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ശിഷ്ടത്തിന് എന്താണ് പേര്? മിച്ചം എന്നാണ്. അത് മറക്കരുത്. ശിഷ്ടത്തിന് മറ്റു പേര് മിച്ചം എന്നായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഏത് ഒറ്റസംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. ദ റിമൈൻഡർ ഓഫ് സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 8 ഈസ് 1. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഒറ്റസംഖ്യകളുടെ സ്ക്വയർ എടുക്കാം, വർഗം എടുക്കാം. 3 സ്ക്വയർ 9, 5 സ്ക്വയർ 25, 7 സ്ക്വയർ 49 എടുത്തു. ഇനി ഇതിനെ എത്ര കൊണ്ട് ഹരിക്കണം? 8 കൊണ്ട്. 9നെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി 25നെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആയിരിക്കും. 47 സ്ക്വയർ 49, 49നെ 8 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 1. നമ്മൾ സംശയം ചെയ്ത് നോക്കാം. 9 ഹരിക്കണം 8, 1 × 8 8, 1 ഉത്തരം കിട്ടി. റിമൈൻഡർ 1ഉം ഹരണഫലം കോഷ്യന്റ് 1 ആണ്. ഇനി 25നെ 8 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 8 24, റിമൈൻഡർ 1. അപ്പോൾ റിമൈൻഡർ 1ഉം കോഷ്യന്റ് 3 ആയിരിക്കും. അതേപോലെ ഇനി 49 ഹരിക്കണം 8 ചെയ്ത് കഴിഞ്ഞാൽ 6 × 8 48, ശിഷ്ടം എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമ്മൾ ഒറ്റ സംഖ്യനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? 2n+1. ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ഈക്വൽ ടു 2n+1. ഇനി ഇതിൻ്റെ ഒറ്റ സംഖ്യയുടെ വർഗം എത്രയാണ്? 2n+1 സ്ക്വയർ. ഇതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം എന്താണ് വരിക? 4n² + 4n+1 എന്ന് കിട്ടും. ഇനി ഇത് മാറ്റി എഴുതണം. ഇതിൽ എന്നോ അല്ലെങ്കിൽ n+1 എന്തായാലും എന്താവാനേ പാടുള്ളൂ? ഈവൺ നമ്പർ ആവാനേ പാടുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ പുറത്തേക്ക് എടുക്കാം? ഇവിടെ 4n², ഇവിടെ 4n ആണ്. ഇവിടെ 4n² നിന്ന് 4n പുറത്തേക്ക് എടുത്തു. ബാക്കിയുടെ എത്ര ഉണ്ടാവുക? ഒരു n ഉണ്ടാവും. ഈ 4n² മൊത്തം പോയി, ബാക്കി ഇവിടെ 1. ഇനി 4n² എഴുതി, ഇവിടെ n ഉണ്ട്. 4n² 4n പുറത്തേക്ക് എടുത്താൽ ബാക്കി n. ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു +1 ഉണ്ടായിരിക്കും. ഇത് മൊത്തം പുറത്തേക്ക് എടുത്തു, ബാക്കി ആരും കൂടി ഉണ്ട്, ഒരു +1 കൂടി ഉണ്ട്. ഇതിൽ n അല്ലെങ്കിൽ n+1 എന്തായാലും എന്താവാനേ പാടുള്ളൂ? ഈവൺ ആവാനേ പാടുള്ളൂ. അപ്പോൾ n,n+1 മസ്റ്റ് ബി ഈവൺ. ഇരട്ടസംഖ്യ മാത്രമേ ആവൂ. Therefore n×n+1 എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. n×n+1 ഈസ് ഈവൺ. n×n+1 ഇരട്ടയാണ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. നമുക്ക് എന്താ വെച്ചാൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ ഒറ്റ സംഖ്യയുടെ വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയുടെ മിച്ചം, അതായത് റിമൈൻഡർ 1 ആയിരിക്കണം. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? n×n+1 എപ്പോഴും എന്താവുള്ളൂ? ഈവണേ ആവുള്ളൂ. ഞാൻ കൺസിഡർ ചെയ്യാണ്. n×n+1 എത്ര ആക്കിയിട്ട് ഈവൺ നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? 2n. അപ്പോൾ ഈ n-ൻ്റെ പകരം ഞാൻ വേറെ നമ്പർ കൊടുക്കുകയാണ്. 2k എന്ന് കൊടുത്തു. ഇതെന്താണ്? ഇരട്ടസംഖ്യയാണ്. അതിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ് 2k എന്ന് പറയാണ്.
കെ ഏത് ഇൻറ്റജർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഇക്വേഷനിൽ 4n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു എന്നിൻ്റെ അവിടെയൊക്കെ നമ്മൾ എത്ര കൊടുക്കുക 2k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഇൻറ്റു n പ്ലസ് 1 എന്താണ് എടുത്തിരിക്കുന്നത് 2k. അപ്പോൾ 4 ഇൻറ്റു 2k പ്ലസ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 2 8k പ്ലസ് 1 എന്ന് കിട്ടും. Therefore remainder when the square of any odd number is divided by 8 is always 1. ഒന്നുകൂടി ഉത്തരം പറയാം. ഏത് ഒറ്റ സംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആയിരിക്കുമെന്ന് അവസാനം എഴുതിയിട്ട് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആക്കുക. സെക്കൻഡ് ചോദ്യം, കാൽക്കുലേറ്റ് ദ റിമൈൻഡർ when the square of some integer divided by 4. Explain the reason of the following. The remainder of any number divided by 4 is 0 or 1. ചോദ്യം എന്താ വെച്ചാൽ കുറേ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം കണക്കാക്കുക. കാര്യങ്ങളുടെ കാരണം പറയുക. ഏത് എണ്ണൽ സംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ മിച്ചം 0 അല്ലെങ്കിൽ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 മുതലൊക്കെ എന്നത് എന്താണ് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഞാൻ ആദ്യം 0 മുതൽ എടുക്കുകയാണെങ്കിൽ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ഒന്ന് കണ്ടുനോക്കാം. 0 സ്ക്വയർ എത്രയാണ് 0. 0നെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും 0 ഹരണഫലവും റിമൈൻഡർ മിച്ചം 0 തന്നെയായിരിക്കും. ഇനി 1ൻ്റെ സ്ക്വയർ 1 ഇൻറ്റു 1 ആണ്. അതിനെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം 0 റിമൈൻഡർ അഥവാ മിച്ചം 1 ആയിരിക്കും. ഇനി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 അതിനെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയായിരിക്കും 1 റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം 0. ഇനി 3 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ 9 ഇൻറ്റു 9 ആണ്. അതിനെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുക 3ൻ്റെ സ്ക്വയർ 9. ഇപ്പോൾ ഉത്തരം 2 റിമൈൻഡർ എത്ര വരും 1 വരും. ഇനി 4 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4 സ്ക്വയർ 16 ഇൻറ്റു 16 അതിനെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര ഉത്തരം കിട്ടുക 4 കിട്ടും. മിച്ചം അല്ലെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. ഇനി 5 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 25 ഇൻറ്റു 25 അതിനെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം 6 റിമൈൻഡർ മിച്ചം 1 ആയിരിക്കും. ഇനി നമ്മളിതിൽ നോക്കുക. ഇതിൽ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ് 1 സ്ക്വയർ 3 സ്ക്വയർ 5 സ്ക്വയർ എടുത്ത് ഇരട്ട സംഖ്യകൾ 2 4 ഒക്കെയാണ്. ഇതിൽ നമുക്ക് ഈ നമ്പേഴ്സിനെ ഒറ്റ സംഖ്യനും ഇരട്ട സംഖ്യയും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇരട്ട സംഖ്യനെ നമുക്ക് 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഒറ്റ സംഖ്യനോ 2n പ്ലസ് 1 എന്നും. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം 2n അല്ലെങ്കിൽ 2n പ്ലസ് 1 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഏതൊരു എണ്ണൽ സംഖ്യയെയും 2n അല്ലെങ്കിൽ 2n പ്ലസ് എന്ന രൂപത്തിൽ എഴുതാം. We can write any number can be written 2n or 2n plus 1. 2n എന്ന് പറയുന്നത് ഇരട്ട സംഖ്യകളും 2n plus 1 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളുമാണ് കാണിക്കുന്നത്. 2n ആകുമ്പോൾ അതിൻ്റെ വർഗം 2n സ്ക്വയർ ഈക്വൽ ടു 4n സ്ക്വയർ ആണ്. ഇരട്ട സംഖ്യകൾക്കൊക്കെ മിച്ചം എത്രയാണ് വരുന്നത് 0. അപ്പോൾ ഇരട്ട സംഖ്യയാണ് 2n സ്ക്വയർ അതിൻ്റെ വർഗം. അപ്പോൾ മിച്ചം എത്രയായിരിക്കും മിച്ചം 0ഉം 2n പ്ലസ് 1 അതിൻ്റെ സ്ക്വയർ
2n+1 സ്ക്വയർ നമ്മൾ ഓൾറെഡി മുന്നിൽ കണക്കിൽ ചെയ്തിട്ടുണ്ട്. 4n² പ്ലസ് 4n+1 ഒറ്റ സംഖ്യകൾക്ക് റെപ്രസെൻറ്റേഷൻ ആണ് 2n+1. അതിൻ്റെ സ്ക്വയറുകൾ നമുക്ക് എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അപ്പോൾ 2n+1 സ്ക്വയർ ആകുമ്പോൾ മിച്ചം 1 ആയിരിക്കും. when number 2n their square is 2n+1 square equal to 4n² plus 4n+1, then remainder is 1 when 2n the square is 2n² equal to 4n². therefore remainder is 0. ഇതൊന്ന് മനസ്സിലാക്കിയത് ഉദാഹരണത്തിന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇരട്ട സംഖ്യകളുടെ എല്ലാം മിച്ചം 0-ഉം ഒറ്റ സംഖ്യകളുടെ എല്ലാം മിച്ചം 1 ആയിരിക്കും. ഒറ്റ സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 2n+1. അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇരട്ട സംഖ്യകളെ 2n അതിൻ്റെ സ്ക്വയർ എടുക്കുക. എത്രയായിരിക്കും? 0 ആയിരിക്കും. അത്രയാണ് ചോദ്യമുള്ളൂ. ചോദ്യം നമ്മളൊന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഒന്ന് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ കേൾക്കുക. രണ്ടാമത്തെ ചോദ്യം no number that leaves a remainder 2 or 3 when divided by 4 is a perfect square. 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 2 or 3 ആകുന്ന സംഖ്യകളൊന്നും പൂർണ്ണ വർഗ്ഗങ്ങളല്ല. നമ്മൾ ഇതിന് മുന്നത്തെ കണക്ക്, ഇതിന് തൊട്ട് മുന്നത്തെ കണക്കിൽ എന്ത് ചെയ്തത്? ഏതൊരു സംഖ്യകളെയും സ്ക്വയറുകൾ തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ശിഷ്ടം എപ്പോഴും മിച്ചം എപ്പോഴും എത്ര വരുള്ളൂ? 0 അല്ലെങ്കിൽ 1. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എപ്പോഴും മിച്ചം എത്ര വരുള്ളൂ? 0 അല്ലെങ്കിൽ 1. 2 അല്ലെങ്കിൽ 3 ആകുന്ന സംഖ്യകൾ ഉണ്ടാവുക എന്നാണ്. ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും എത്രയായിരിക്കും? 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പം നമുക്ക് ഉത്തരം എഴുതാം. ആൻസർ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 or അല്ലെങ്കിൽ 3 വരുന്ന സംഖ്യകൾ പൂർണ്ണവർഗങ്ങൾ ആകില്ല. കാരണം ഏതൊരു സംഖ്യയുടെയും വർഗം 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 0 അല്ലെങ്കിൽ 1 മാത്രമേ വരൂ. ശിഷ്ടം എന്താ പറയുക? മിച്ചം. അത് നമ്മൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഒന്ന് എഴുതാം. ദ സ്ക്വയർ ഓഫ് എനി ഇൻറ്റിജർ leaves a remainder of either 1 or 0 when divided by 4. Therefore, if any number leaves a remainder of 2 or 3 when divided by 4 is cannot be a perfect square. ശ്രദ്ധിക്കുക, 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മിച്ചം ഒരിക്കലും 2 അല്ലെങ്കിൽ 3 ആകുന്ന സംഖ്യകൾ ഉണ്ടായിരിക്കില്ല. എപ്പോഴും മിച്ചം എത്രയായിരിക്കും? 0 അല്ലെങ്കിൽ 1 ആയിരിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം, ഈ കണക്കുകൾ നോക്കുക. 3
ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 5 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 7 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. കുറെ കൂടി ഒറ്റസംഖ്യകൾ എടുത്ത് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. ഒന്നിനേക്കാൾ വലിയ എല്ലാ ഒറ്റസംഖ്യകളെയും ഇങ്ങനെ എഴുതാൻ കഴിയുന്നതിൻ്റെ കാരണം വിശദീകരിക്കുക. Take a few more odd numbers and see if they can be written as the difference of perfect squares. Explain why all odd number greater than 1 can be written this way. ഇതേപോലത്തെ കുറച്ച് എക്സാമ്പിളുകൾ എഴുതുക. അതിനുശേഷം ഒന്നിനേക്കാൾ വലിയ എല്ലാ ഒറ്റസംഖ്യകളെയും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 2 എക്സാമ്പിളുകൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ 9 എടുത്ത് 9നെ 2 സ്ക്വയറുകൾ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതാൻ കഴിയണം. എങ്ങനെ എഴുതുക? 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ചെയ്താൽ കിട്ടും. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. 4ൻ്റെ സ്ക്വയർ 16. ഇതുപോലെ അടുത്ത നമ്പർ എടുത്ത് നോക്കാം. 11. 11നെ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 6ൻ്റെ സ്ക്വയർ 36. 25ൻ്റെ സ്ക്വയർ 25. അപ്പോൾ നമ്മൾ എക്സാമ്പിളുകളായിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഏത് ഓഡ് നമ്പറിനെയും ഒന്നിൽ കൂടുതൽ വലുതായ എല്ലാ ഓഡ് നമ്പറേയും ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ ഫോമിൽ എഴുതിയാൽ മതി. ഇപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും പൊതുവായ രൂപം നമുക്കറിയാം. എന്താണ്? 2n+1 ആണ്. ഞാൻ ഇപ്പോൾ എടുക്കുകയാണ് 2 അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാണ്. 2 കോൺസിക്യൂട്ടീവ് നമ്പർ അടുത്തടുത്ത സംഖ്യകൾ 2 സംഖ്യകൾ എടുക്കുകയാണ്. n×n+1. ഇനി ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടണം നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം വലുത് n+1 ആണ്. അപ്പോൾ n+1 സ്ക്വയർ മൈനസ് n സ്ക്വയർ ഈക്വൽ ടു n+1 സ്ക്വയർ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. n+1 സ്ക്വയർ പറഞ്ഞാൽ a+b ഹോൾ സ്ക്വയർ രൂപത്തിലാണ്. അപ്പോൾ n+1 ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ. ഇതിനെ നമുക്ക് x+y ഹോൾ സ്ക്വയർ രൂപത്തിൽ എഴുതാം. ഇക്വേഷൻ എന്താണ്? x² + 2xy + y സ്ക്വയർ. ഈ ഇക്വേഷൻ രൂപത്തിൽ എക്സിൻ്റെ അവിടെ n-ഉം വൈയുടെ അവിടെ 1-ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇവിടെ -n സ്ക്വയർ ഉണ്ട്, അത് അതുപോലെ എഴുതി. അതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ n സ്ക്വയർ അതുപോലെ എഴുതി പ്ലസ് 2 × n 2n × 1 2n പ്ലസ് 1 സ്ക്വയർ 1 മൈനസ് n സ്ക്വയർ അതുപോലെ എഴുതി. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്തായി? 2n+1 എന്ന് നമുക്ക് എന്ത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും 2n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സിൻ്റെ ഒക്കെ പൊതുവായ രൂപമാണ്. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക വെച്ചാൽ എല്ലാ ഓഡ് നമ്പേഴ്സിനെയും ഒന്നിൽ കൂടുതലായ സംഖ്യകളെ സ്ക്വയറിൻ്റെ രൂപത്തിലാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. 2n+1 ഈസ് റെപ്രസെൻറ്റ് general form of any odd number. It has been proved that any odd number greater than 1 can be written as difference of 2 consecutive സ്ക്വയർ. 2 നമ്പറുകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമാക്കിയിട്ട് എല്ലാ നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മലയാളം മീഡിയത്തിൻ്റെ
ഉത്തരം കൂടി ഒന്ന് എഴുതി നോക്കാം. ഏത് ഒറ്റ സംഖ്യയെയും 2n+1 എന്ന രൂപത്തിൽ എഴുതാം. അതിനാൽ ഒന്നിനേക്കാൾ വലിയ ഏത് ഒറ്റ സംഖ്യയെയും പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം. ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. ഇനി ഈ ഭാഗത്ത് ഒരു ചോദ്യം കൂടി ഉള്ളൂ, അതുകൂടി നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 1 will end in 1. What about ending in 5? What about a number ending in 6? ഒന്നിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം ഒന്നിൽ തന്നെ അവസാനിക്കുമെന്ന് സമർത്ഥിക്കുക. 5 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെയോ 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെയോ. ആദ്യം നമുക്ക് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളെ എഴുതി നോക്കാം. ഞാൻ ഇപ്പോൾ സംഖ്യ എടുക്കുകയാണ് 31. ഇതിന് നമ്മൾ പ്ലേസ് വാല്യൂ വെച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? വൺസ്, ടെൻസ് അല്ലെങ്കിൽ ഒറ്റ 10 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു സംഖ്യനെ അക്ഷരങ്ങൾ വെച്ച് എഴുതുന്ന സമയത്ത് സ്ഥാനവില വെച്ച് ഗുണിക്കും. എങ്ങനെ എഴുതുക വെച്ചാൽ, ഇപ്പോൾ ഒറ്റയുടെ സ്ഥാന സംഖ്യ 1. ഇപ്പോൾ 55 ആണെങ്കിൽ നമ്മൾ എങ്ങനെ സ്ഥാനവില എഴുതുക? 10 × 5 പ്ലസ് 1 × 5 ഇതാണ് സ്ഥാനവില വെച്ച് ഗുണിക്കുമ്പോൾ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്ഥാനവില ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി. ആദ്യ ചോദ്യം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര ആയിരിക്കണം? 1ൽ അവസാനിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10n + 1. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1. 10ന്റെ സ്ഥാനത്ത് നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പർ വേണമെങ്കിലും ആവാം എന്നാണ് അർത്ഥം. അതിനെ 10ന്റെ സ്ഥാനമാകുമ്പോൾ 10 ആയിട്ട് ഗുണിക്കുക. അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഈക്വൽ ടു x+y² രൂപത്തിലാണ്. x+y² ഇക്വേഷൻ എന്താണ് പഠിച്ചിട്ടുണ്ട്? ഓർത്ത് നോക്കൂ. x² + 2xy + y². എക്സിൻ്റെ അവിടെയൊക്കെ 10n കൊടുക്കുക, വൈയുടെ അവിടെയൊക്കെ 1 കൊടുക്കുക. 10n² + 2 × 10n × 1 + 1². 10n², 10ന്റെ സ്ക്വയർ അപ്പോൾ 100n² + 20n + 1 എന്ന് കിട്ടും. ഇതിന് എല്ലാതും നമുക്ക് ഇതിന് രണ്ടൊന്നും എത്ര കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം? 10 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. എങ്ങനെ എഴുതുക? ഇത് 10 × 10 ആണ് 100. ഇതോ 2 × 10. അപ്പോൾ അതൊന്ന് ഒരു 10 കോമൺ ആക്കി കഴിഞ്ഞാൽ 10 എടുത്തു. ബാക്കി ഇവിടെ ആരുണ്ട്? ഒരു 10 ഉണ്ട്. 10n² പ്ലസ് ഇവിടെ നിന്ന് 10 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2, പിന്നെ +1 കൂടി ഉണ്ടായിരിക്കും. ഇതാണ് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുവായ രൂപം എന്ന് പറഞ്ഞാൽ. ഇതേപോലെ 5ൽ അവസാനിക്കുന്നതും കണ്ടുപിടിക്കണം, 6ൽ അവസാനിക്കുന്നതും കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ 1ൽ അവസാനിക്കുന്നതായപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 1 കൊടുത്തു. 5ൽ അവസാനിക്കുന്നതാണെങ്കിൽ 5 കൊടുക്കുക. 6 അവസാനിക്കുന്നതാണെങ്കിൽ 6 കൊടുക്കുക. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇനി 5ൽ അവസാനിക്കുന്നവയാണെങ്കിൽ 10n + 5² ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 10ന്റെ സ്ക്വയർ 100n² പ്ലസ് 2 × 10n × 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 100n പ്ലസ് 5ന്റെ സ്ക്വയർ 25. ഇതിന്ന് കോമൺ ആക്കി എടുക്കുന്നതൊക്കെ പുറത്തേക്ക് എടുക്കുക. ഇവിടുന്ന് 10 × 10 ആണ്, ഇവിടെയും 10 × 10. 25ന് നമ്മൾ 20 + 5 എന്ന രൂപത്തിൽ മാറ്റി എഴുതാണ്. അപ്പോൾ 10 × 10n² പ്ലസ് 10 × 10n പ്ലസ് 20 × 5. 20 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 10. എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് 5. എല്ലാത്തിനും ഈ 3 ടേമൊന്നും 10 കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ 10 എടുത്തു. ബാക്കി ഇവിടെ ആരാ ഉണ്ടാവുക? 10n² പ്ലസ് ഇവിടുന്ന് 10 കോമൺ ആക്കി എടുത്തു. ബാക്കി 10n പ്ലസ് ഈ 10 കൂടി കോമൺ ആക്കി എടുത്തു. ബാക്കി 2 + 5. ഇതാണ് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ
പൊതുവായ രൂപം. ഇനി 6 അവസാനിക്കുന്നതാണെങ്കിൽ 10n പ്ലസ് 6a² എന്ന് വരും. നമ്മളെ ഇക്വേഷൻ ഉപയോഗിച്ച് x+y² എന്ന ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഇക്വേഷൻ പ്രകാരം x² ആണ്. അപ്പോൾ 10n² എന്ന് വരുമ്പോൾ എങ്ങനെ എഴുതുക? 100n². അടുത്തത് 2xy 2 × 10 × 6 2 × 10 20 20 × 6 120 എന്ന് വരും. 120n പ്ലസ് 6a² 36 ആയി. ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ്? x+y² = x² + 2xy + y² വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് ഉത്തരം കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. 100നെ 10 × 10n² എന്ന് എഴുതാം. 120നെ 10 × 12 120n പ്ലസ് 36നെ 30 + 6 എന്ന് എഴുതി. ഇതിൽ 10നെ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. ബാക്കി 10n² പ്ലസ് 10 ഓൾറെഡി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിറക്കണ 12n പ്ലസ് 30ന് എങ്ങനെ എഴുതാം? 10 × 3 30. ആ 10നും പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? ഇവിടെ പ്ലസ് 3. അപ്പോൾ 10 × 10n² പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 6. ഇതായിരിക്കും 6 അവസാനിക്കുന്ന സംഖ്യകളുടെ രൂപം. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ ഭാഗം കൃത്യമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പഠിക്കാൻ. കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാൻ കൃത്യമായിട്ട് നോട്ടുകൾ എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞു തരാം. എല്ലാവരും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.